അങ്ങനെ പി സി ജോർജ് അകത്തായി. പൂഞ്ഞാർ വ്യാഘ്രത്തെ കൂട്ടിലടച്ചു എന്ന് വേണമെങ്കിൽ ആലങ്കാരികമായിട്ട് പറയാവുന്നതാണ്. പി സി ജോർജിൻ്റെ ജാമ്യാപേക്ഷ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് തള്ളുകയും അദ്ദേഹത്തെ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. മറ്റ് അട്ടിമറികളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അദ്ദേഹം പാലാ സബ് ജയിലിൽ ഏതാനും ദിവസങ്ങൾ കഴിച്ചു കൂട്ടേണ്ടതായിട്ട് വരും. ഇപ്പോൾ ജാമ്യ ഹർജി തള്ളി എന്ന് കരുതി വിഷമിക്കാനില്ല. സെഷൻസ് കോടതിയിൽ വേറെ ജാമ്യ ഹർജി കൊടുക്കാവുന്നതാണ്. ഇത് തൂക്കിക്കൊല്ലാൻ വകുപ്പുള്ള കേസൊന്നുമല്ല. ഒരാഴ്ച ഏറിയാൽ 2 ആഴ്ചക്കകത്ത് അദ്ദേഹത്തിന് ജാമ്യം കിട്ടും. അത് കഴിഞ്ഞ് പി സി ജോർജ് നെഞ്ചു വിരിച്ച് ഈരാറ്റുപേട്ടയിൽ കൂടി നടക്കുകയും ചെയ്യും. അതിലൊന്നും ആർക്കും ഒരു സംശയമില്ല. പക്ഷേ താൽക്കാലികമായിട്ടെങ്കിലും പി സി ജോർജിനെ സബ് ജയിലിലാക്കുക എന്ന ഉദ്ദേശത്തിൽ, എന്ന ലക്ഷ്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിരോധികൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ പറയാവുന്നത്. പി സി ജോർജ് പൊതുവെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹം ആദ്യമായിട്ട് നിയമസഭയിലേക്ക് ജയിച്ചു വന്ന കാലം മുതൽക്ക് അദ്ദേഹത്തിൻ്റെ ഒരു രീതി ഇതാണ്. ഇദ്ദേഹത്തിനെതിരെ ഒരു സ്ത്രീ പാലാ കോടതിയിൽ കേസ് കൊടുത്തു എന്നറിഞ്ഞ് ആ വിഷയം അന്നത്തെ മാണി ഗ്രൂപ്പിൻ്റെ ഒരു MLA നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ പ്രകോപിതനായ പി സി ജോർജ് ചാടി എഴുന്നേറ്റ് പിന്നെ KM മാണിയുടെ കണ്ണും ലൂക്കോസിൻ്റെ മൂക്കുമുള്ള കൊച്ചിന് ഞാൻ എന്നാത്തിനാ ചെലവിന് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാണ്. അന്ന് മുതൽക്ക് അദ്ദേഹത്തിൻ്റെ ഈ വാമൊഴി വഴക്കം ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നതാണ്. പി സിയുടെ ഒരു സാധാരണ രീതി ഇതാണ്. പുള്ളി ആരെക്കുറിച്ചും ഈ രീതിയിലാണ് പ്രതികരിക്കുക. അത് പൂഞ്ഞാറുകാരനായതുകൊണ്ടോ ഒരു പച്ച മനുഷ്യരായതുകൊണ്ടോ അതും ഇനി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാരനായതുകൊണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും പി സി ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അത്ഭുതത്തിന് അവകാശമുള്ളൂ. അതുപോലെയുള്ള പരാമർശങ്ങൾ 2 നടത്തി കേസായി ഓരോ തവണയും അദ്ദേഹം കോടതിയിൽ പോയി ജാമ്യം നേടി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ജനം ചാനലിൽ പോയിട്ട് അദ്ദേഹം മുസ്ലിങ്ങളെല്ലാവരും വർഗീയവാദികളാണ്, അവർ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന അദ്ദേഹത്തിൻ്റെ സുചിന്തിതമായ അഭിപ്രായം തട്ടിമുറിച്ച് ഇത് പ്രശ്നമായേക്കും എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. പുള്ളി ഞാൻ ഈ വിഭജനവാദികളെയും വിഘടനവാദികളെയും ജിഹാദികളെയും മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. സാധാരണക്കാരായ മുസ്ലിം സഹോദരങ്ങൾക്ക് എന്തെങ്കിലും മനപ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അവർ ക്ഷമിച്ചുമില്ല, മാപ്പ് കൊടുത്തുമില്ല. ഉടനെ തന്നെ പരാതി കൊടുത്തു. ഈരാറ്റുപേട്ടയിലെ മുസ്ലിം ലീഗുകാർ പരാതി കൊടുത്തു, പോപ്പുലർ ഫ്രണ്ടുകാർ പരാതി കൊടുത്തു, ജമാഅത്തെ ഇസ്ലാമിക്കാർ പരാതി കൊടുത്തു. പി സി ജോർജിനെ ഉടനെ പിടിക്കണം എന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടിക്കാർ പന്തം കൊളുത്തി പ്രകടനം നടത്തി. പോപ്പുലർ ഫ്രണ്ടുകാരും വിട്ടുകൊടുത്തില്ല. മുസ്ലിം ലീഗുകാർ ഇനി ഞങ്ങളായിട്ട് മോശം വരുത്തണ്ട എന്നവരും വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രക്ഷോഭം ഒരു ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മൗദൂദി ചാനലുകാർ എല്ലാ ദിവസവും അടുപ്പൂട്ടി ചർച്ചയ്ക്ക് ഇതൊരു വിഷയമാക്കി. എന്തുകൊണ്ട് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? എങ്ങനെ പി സി ജോർജിന് ഈ നാട്ടിൽ നെഞ്ചു വിരിച്ച് നടക്കാൻ കഴിയും? പിണറായിയുടെ പോലീസ് എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ ഈരാറ്റുപേട്ട സർക്കിൾ ഇൻസ്പെക്ടർ ഒരു FIR രജിസ്റ്റർ ചെയ്തു. FIR രജിസ്റ്റർ ചെയ്തപ്പോൾ FIR ആയില്ല, എന്നിട്ട് എന്തുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നായി ചോദ്യം. അപ്പോൾ പി സി ജോർജ് കോട്ടയം സെഷൻസ് കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്തു മുൻകൂർ ജാമ്യത്തിന്. ആദ്യം ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് വിലക്കി. അപ്പോൾ മൗദൂദി ചാനൽ പിന്നെ വാളെടുത്തു. അറസ്റ്റ് വിലക്കുന്നവരെ പോലീസ് എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, എന്തുകൊണ്ട് ഇയാളെ ആദ്യം തന്നെ അറസ്റ്റ് ചെയ്തില്ല? ജനം ചാനലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ ഇയാൾ തൂക്കിയെടുത്തുകൊണ്ട് പോകണ്ടായിരുന്നില്ലേ, എന്തുകൊണ്ട് പോയില്ല എന്നായി ചോദ്യം. അത് കഴിഞ്ഞ് വിലക്ക് നീക്കി അദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജി തള്ളി. അപ്പോൾ വീണ്ടും ചോദിച്ചു, എന്തുകൊണ്ട് പി സി ജോർജിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഇയാളെപ്പോലെ ഒരു കൊടും ക്രിമിനൽ ഈ നാട്ടിൽ നെഞ്ചു വിരിച്ച് നടക്കാൻ എങ്ങനെ ഇവർ അനുവദിക്കുന്നു എന്നായി. പി സി ജോർജ് ഹൈക്കോടതിയിൽ പോയിട്ട് വീണ്ടും അനുകൂല ഉത്തരവ് സമ്പാദിച്ചു. അറസ്റ്റ് പിന്നെ വിലക്ക് കൽപ്പിച്ചു. അപ്പോൾ വീണ്ടും ചോദ്യം ആവർത്തിച്ചു, ഈ വിലക്ക് കൽപ്പിക്കുന്നവരെ പോലീസ് എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്തുകൊണ്ട് ഇയാളെ ഓടിച്ചിട്ട് പിടിച്ചില്ല എന്നായി. അവസാനം ഹൈക്കോടതി നിശിതമായ പരാമർശങ്ങളോടുകൂടി പി സി ജോർജിൻ്റെ ജാമ്യ ഹർജി തള്ളി. ജാമ്യമില്ല എന്ന് മാത്രമല്ല, ഇതുപോലെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ സംസാരിക്കുന്നത് ശരിയല്ല. ഒരു ജനപ്രതിനിധിയായിരുന്നയാൾ 10-30 കൊല്ലം കേരള നിയമസഭയെ സേവിച്ച ചീഫ് വിപ്പ് വരെ ആയിരുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല. ഇതുപോലെയുള്ള കുറ്റങ്ങൾക്ക് കഠിന ശിക്ഷ കൊടുക്കേണ്ടതാണ് എന്നൊരു ആപ്പ് കൂടി വെച്ചിട്ട് ഈ ജാമ്യ ഹർജി തള്ളി. അപ്പോൾ വീണ്ടും മൗദൂദികൾക്ക് ആവേശം മൂത്തു. അവർ പറഞ്ഞു, കണ്ടോ പി സി ജോർജിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല, ഹൈക്കോടതി തള്ളി, എന്നിട്ടും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? പോലീസുകാർ ഒളിവിൽ പോയിരിക്കുകയാണ്, പി സി ജോർജ് വെളിവിലും പോലീസ് ഒളിവിലുമാണ് എന്നായി പ്രചരണം. ഇത് വലിയ തോതിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പി സി ജോർജ് എന്നാൽ ശരി, ഞാൻ ഈ തിങ്കളാഴ്ച
പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നതാണ് എന്നറിയിച്ചു. എന്നിട്ട് അദ്ദേഹം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി. മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി അദ്ദേഹത്തെ താൽക്കാലികമായിട്ട് പോലീസിന് ചോദ്യം ചെയ്യാൻ വിട്ടുകൊടുത്തു. അത് കഴിഞ്ഞ് സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. ഇതാണ് പി സി ജോർജിൻ്റെ ഇതിഹാസം എന്ന് പറയുന്നത്, പൂഞ്ഞാറിൻ്റെ ഇതിഹാസം എന്ന് വേണമെങ്കിൽ പുസ്തകമായിട്ട് എഴുതാവുന്നതാണ്. അങ്ങനെ പി സി ജോർജ് തൽക്കാലം സബ് ജയിലിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇതിലെന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പി സി ജോർജിന് അനുകൂലമായിട്ടും മറുഭാഗത്ത് വലിയ വികാര വേലിയേറ്റം ഉണ്ടായി. പി സി ജോർജ് വാവിട്ട വർത്തമാനം പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഖേദം പ്രകടിപ്പിച്ചതിന് ശേഷവും ഇങ്ങനെ ചില ആളുകൾ ഇദ്ദേഹത്തിൻ്റെ ചോരയ്ക്ക് വേണ്ടി വാദിക്കുന്നു, ചോരയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നു. ആരാണ് മുറവിളി കൂട്ടുന്നത്? 24 മണിക്കൂറും വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെലിവിഷൻ ചാനൽ, അവരുടെ പത്രം, പിന്നെ ഇവരുടെ ഫെയർവെൽ പാർട്ടി, പിന്നെ കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സംഘടന, അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോട, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോട എന്ന് വിളിച്ച ആ സംഘടനയുടെ ധർമ്മഭടന്മാർ, അവരാണ് പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നത്. അവരാണ് പി സി ജോർജിനെ വിചാരണ കൂടാതെ തൂക്കിക്കൊല്ലണം എന്ന് വാദിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു വൈരുദ്ധ്യം. ഒരു പരാതി കൊടുത്തു, പോലീസ് കേസെടുത്തു, ജാമ്യ ഹർജി തള്ളി, ഇയാളെ അറസ്റ്റ് ചെയ്തു, നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതിൻ്റെ പേരിൽ 24 മണിക്കൂറും 24/7 ഈ തീവ്രവാദികൾ നടത്തുന്ന ടെലിവിഷൻ ചാനൽ, മതരാഷ്ട്രവാദികൾ, മതമൗലികവാദികൾ നിരന്തരമായിട്ട് പി സി ജോർജിനെ ക്രൂശിക്കുക, ബറാബാസിനെ വിട്ടുതരിക എന്ന് പറയുമ്പോൾ അതിന് വേറൊരു അർത്ഥതലമുണ്ട്. അതാണ് പി സി ജോർജിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ മൂലധനം. സത്യം പറഞ്ഞാൽ ഈ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തപ്പോൾ പുള്ളിയുടെ പൊളിറ്റിക്കൽ ഗ്രാഫ് പൊങ്ങണി ചെയ്തിട്ടുള്ളത്. സംശയമുള്ളവർ 2026 മെയ് മാസത്തിലെ തെരഞ്ഞെടുപ്പ് വരെ നോക്കിയിരുന്നാൽ മതി. ഇങ്ങനെയൊക്കെ പ്രചരണം നടത്തിയിട്ടാണ് ഇവർ നമ്മുടെ സുരേഷ് ഗോപിയെ പാർലമെൻറ്റിലെത്തിക്കുകയും അദ്ദേഹത്തെ കേന്ദ്രത്തിൽ സഹമന്ത്രിയാക്കുകയും ചെയ്തത്. ഞാൻ ആ സുരേഷ് ഗോപി ജയിച്ച ദിവസം തന്നെ പറഞ്ഞു, സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതിൽ മൗദൂദി ചാനലിലും അതിൽ അടുപ്പൂട്ടി ചർച്ചക്കാർക്കും വലിയ പങ്കുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അവർ ചിലപ്പോൾ വിനയം കൊണ്ട് സമ്മതിക്കുകയില്ല. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ആ നിലയിലേക്ക് പി സി ജോർജിനെ ഇവർ കൊണ്ടുപോവുകയാണ്. യാതൊരു സംശയവും വേണ്ട. പി സി ജോർജ് പറഞ്ഞ ഒരു കാരണവശാലും അഭിനന്ദനീയമായിട്ടുള്ള കാര്യങ്ങളല്ല. അദ്ദേഹം നിലവിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം പലപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തത്. അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു, അതിൽ വല്ല ആത്മാർത്ഥമുണ്ടോ വേറൊരു കാര്യം. അതിനെതിരെ പോലീസിൽ പരാതി കൊടുത്തു, നല്ല കാര്യം. കോടതി ജാമ്യാപേക്ഷ തള്ളി, അദ്ദേഹം കോടതിയിൽ ഹാജരായി, അദ്ദേഹത്തെ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. ഇതേ കുറ്റം കേരള സംസ്ഥാനത്ത് എത്രയോ ആളുകൾക്ക് നേരെ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് ഇല്ലേ? ഈ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കന്മാർക്കെതിരായിട്ട്, ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാർക്കെതിരായിട്ട്, എത്രയോ പേർക്കെതിരായിട്ട് ഇതുപോലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. എത്ര മതപ്രഭാഷകന്മാർക്കെതിരായിട്ട് വന്നിട്ടുണ്ട്. മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറഞ്ഞൊരാൾക്കെതിരെ ഇതുപോലെ കേസ് വന്നാണ്. അയാളിപ്പോഴും നെഞ്ചു പിരിച്ച് നടക്കുകയാണ്, യാതൊരു കുഴപ്പമില്ല. പോട്ടെ, നമ്മുടെ അബ്ദുൽ നാസർ മദനിക്കെതിരെ ഇതേ ചാർജിൽ, ഇതേ IPC-യിൽ, ഇതേ ഒഫൻസിൽ 67 അല്ലെങ്കിൽ 68 കേസുണ്ടായിരുന്നു. ഒരു കേസിൽ പോലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വേറെ കേസിലാണ്. അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചതും വേറെ കേസിലാണ്. പിന്നീട് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിൽ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കാലത്ത് ഈ 67 അല്ലെങ്കിൽ 68 കേസും പിൻവലിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് അധികം വൈകാതെ അദ്ദേഹത്തെ വേറൊരു കേസിൽ അവർ തന്നെ അറസ്റ്റ് ചെയ്ത് കർണാടക പോലീസിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞത് പി സി ജോർജ് ഒരു യോഗ്യനാണെന്നോ ഒരു പുണ്യവാനാണെന്നോ മതേതരനാണെന്നോ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടല്ല. ഓരോ കേസിനും അതിൻ്റേതായ ഗൗരവമുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ഈ രീതിയിലുള്ള പ്രചരണം, അതും മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള പ്രചരണം ഒരു കാരണവശാലും അഭിലഷണീയമല്ല. ജയിലിലേക്ക് പോയ പി സി ജോർജ് അല്ല, അതിനേക്കാൾ ശക്തനായ ഒരു ജോർജ് ആയിരിക്കും തിരിച്ചു വരിക എന്നാണ് രാഷ്ട്രീയമായ എൻ്റെ ഒരു വിലയിരുത്തൽ. സംശയമുള്ളവർക്ക് അല്പം കൂടി കാത്തിരുന്നാൽ കാര്യങ്ങൾ മനസ്സിലാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.